BC ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചരിത്രത്തിന്റെ പിന്നിലെ പശ്ചാത്തലങ്ങളെ പറയുന്ന, സംഭവങ്ങളുടെ പിന്നിലെ സാഹചര്യങ്ങളെ അവതരിപ്പിക്കുന്ന, കഥകൾക്ക് പിന്നിലെ കാണാപ്പുറങ്ങൾ അനാവൃതമാക്കുന്ന BC ടോക്സിന്റെ ഓരോ എപ്പിസോഡുകൾക്കും നിങ്ങൾ നൽകുന്ന ഊഷ്മള സ്വീകരണത്തിന് ഹൃദ്യമായ നന്ദി. ചാനലിന്റെ വളർച്ചയിൽ നിങ്ങൾ കാണിക്കുന്ന പങ്ക്, ഇതിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം, എല്ലാറ്റിനും ഹൃദ്യമായ നന്ദി. ഇന്ന് വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ്, വ്യത്യസ്തമായ ഒരു സാഹചര്യവുമായിട്ടാണ് ഇന്ന് BC ടോക്സ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചില ആളുകൾ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയെക്കുറിച്ച് ചില കാര്യങ്ങൾ അന്വേഷിക്കുകയുണ്ടായി. മറിയയുടെ മാതാപിതാക്കൾ, കുടുംബ സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ, ഇവയെക്കുറിച്ച് ചരിത്രത്തിൽ എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അനുബന്ധമായ ചില കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് BC ടോക്സ് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത്. മറക്കാതെ, മടിക്കാതെ മുഴുവനായി കാണുക. ബൈബിളിനോടനുബന്ധമായ ചരിത്രങ്ങൾക്ക് പുറത്തുനിന്നുള്ള പുസ്തകങ്ങൾ പലതും എടുക്കുമ്പോൾ നമ്മുടെ തീവ്രമായ വിശ്വാസ പ്രമാണങ്ങളെ പിൻപറ്റുന്ന പലർക്കും അത് വളരെ അസ്വീകാര്യമായി തോന്നുന്നുണ്ട്. ചിലരൊക്കെ ഇതേത് ബൈബിളിൽ നിന്നാണ്, ഇതേത് പുസ്തകത്തിൽ നിന്നാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിനപ്പുറമുള്ളതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. എന്നാൽ ബൈബിളിൽ തന്നെ പരാമർശിതമായിരിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അത് ചില വിഷയങ്ങളുടെ ഭാഗികമായ വിവരണങ്ങൾ മാത്രം ബൈബിളിൽ എഴുതിയിട്ട് ബാക്കിയുള്ളവ ആ പുസ്തകങ്ങളിൽ തിരഞ്ഞു പഠിക്കൂ എന്നാണ് അവിടെ തന്നെ എഴുതിയിരിക്കുന്നത്. ശൂരന്മാരുടെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്, ഗാദ് പ്രവാചകന്റെ പുസ്തകമുണ്ട്, രാജാക്കന്മാരുടെ നടപടിക്രമങ്ങളുടെ പുസ്തകങ്ങളുണ്ട്, ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ തുടർമാനങ്ങളുണ്ട്, ചില പ്രവാചകന്മാരുടെ അല്ലാതെയുള്ള പ്രവചന ഭാഗങ്ങളുണ്ട്. ബൈബിളിൽ കൂട്ടുചേർക്കുകയും പിന്നീട് ബൈബിളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത കാനോനികമായ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു സമയത്ത് പരിഗണിക്കപ്പെട്ട ചില പുസ്തകങ്ങളുണ്ട്. അവയൊക്കെ ഈ ചരിത്ര പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ഉപയോഗിക്കാറുണ്ട്. ഇംഗ്ലീഷ് ചുരുൾപ്രതികൾ അല്ലെങ്കിൽ പ്രാചീന കാലങ്ങളിലെ ചുരുളുകളുടെ പ്രതികളെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അവയുടെ ട്രാൻസ്ലേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഏകദേശം ഒരു 25 ലക്ഷം രൂപയോളം വില വരുന്ന പുസ്തകങ്ങളുടെ മഹത്തരമായ ഒരു ശേഖരം എൻ്റെ ഡിജിറ്റൽ ലൈബ്രറിയിലുണ്ട്. അവയൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഓതറൈസ്ഡ് വേർഷൻ തന്നെ വേണം. അങ്ങനെയുള്ള പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇവയിൽ നിന്നൊക്കെയുള്ള പഠനം കൊണ്ടാണ് ഏകദേശം ഈ വിവരങ്ങളൊക്കെ നിങ്ങളുടെ അരികിൽ ഞാൻ എത്തിക്കുന്നത്. വെൽക്കം ബാക്ക്. ലോകരക്ഷകനായി ജനിച്ച യേശു കർത്താവിന്റെ മാതാപിതാക്കൾ യോസഫും മറിയയും ആയിരുന്നു. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മറിയയെ സംബന്ധിച്ചാണ്. മറിയയെക്കുറിച്ച് എപ്പിസ്കോപ്പൽ സഭകൾ വിശ്വസിക്കുന്നത് മറിയ അമലോത്ഭവയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പാപമില്ലാതെ ജനിക്കപ്പെട്ടവൾ എന്നാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് പിന്നിൽ ഈ കഥയ്ക്ക് വളരെ പ്രസക്തമായ സ്ഥാനമുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഈ വാദത്തെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ പിന്തുടരുകയോ ചെയ്യുന്നില്ല. മറിയയുടെ ജനനത്തിന് പിന്നിലെ കഥകളെ തേടി പ്രാധാന്യം നൽകി പ്രൊട്ടസ്റ്റന്റ് സഭകളൊന്നും സഞ്ചരിക്കാറുമില്ല. എന്നാൽ ഇതര സഭകൾക്ക്, എപ്പിസ്കോപ്പൽ സഭകൾ ആ വിശ്വാസങ്ങളെ പിന്തുടരുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ കാണാപ്പുറങ്ങളാണ് നാം ഇന്ന് തേടുന്നത്. പുതിയ നിയമ ചരിത്ര രേഖകൾ 1, 2, 3 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടവയും അവയോടൊപ്പം തന്നെ ഏകദേശം കണ്ടെടുത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്തവയാണ് ഈ പുതിയ നിയമത്തിലെ ചരിത്രരേഖകൾ മിക്കതും. സഭാചരിത്രത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും കിട്ടുന്ന പുസ്തകങ്ങൾക്ക് തനതായ പ്രാധാന്യമുണ്ട്. മാർട്ടിൻ ലൂതർ നവീകരണ പ്രസ്ഥാനങ്ങളുടെ നായകനായി എത്തിയപ്പോൾ ബൈബിളിനോട് ചില പുസ്തകങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോക്രിഫ പുസ്തകങ്ങൾ പിന്നീട് വാദങ്ങൾക്കൊടുവിലായിട്ട് ചിലതിനെ ബൈബിളിൽ നിന്ന് വിടർത്തുകയും ചെയ്തു. അപ്പോക്രിഫ പുസ്തകങ്ങളെ എന്തുകൊണ്ട് ബൈബിളിനോട് കൂട്ടിച്ചേർക്കുന്നില്ല? ഒന്നാമത്തെ കാര്യം, ബൈബിളിൽ കൂട്ടിച്ചേർത്തപ്പെട്ടിട്ടുള്ള ഇന്ന് നിലവിലുള്ള പല പുസ്തകങ്ങളുടെയും ഉപദേശ വിഷയങ്ങളുമായി ഇവയ്ക്ക് വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ്. കാലങ്ങളോടും സമയങ്ങളോടും വംശാവലികളോടും പലയിടത്തും ഈ ചരിത്രങ്ങൾ വൈരുദ്ധ്യം പുലർത്തുന്നുണ്ട്. മറ്റു ചിലത് കൂട്ടുചേർക്കപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ സഭ പിന്തുടരുന്ന പുതിയ നിയമ പുസ്തകങ്ങളിലോ ഈ മറ്റു പുസ്തകങ്ങൾ, അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം. മറ്റൊന്ന്, അവയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് തർക്കങ്ങൾ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ബൈബിളിൽ ഇപ്പോൾ നിലവിലുള്ള എബ്രായ ലേഖനം, യാക്കോബിന്റെ ലേഖനം, യൂദയുടെ ലേഖനം, ഇവയും പലപ്പോഴും ആധികാരികതകൾ സംബന്ധിച്ച് തർക്ക വിഷയങ്ങൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. നിൽക്കട്ടെ, അപ്പോക്രിഫ പുസ്തകങ്ങൾ പക്ഷേ ചരിത്ര പഠിതാക്കൾക്ക് ഒഴിവാക്കുവാൻ കഴിയാത്ത പുസ്തക ശ്രേണികളാണ്. അവയിൽ ഇപ്പോൾ നിലവിലുള്ള പുസ്തകങ്ങളിൽ പലതിലുമില്ലാത്ത ചരിത്ര ഭാഗങ്ങളെ സുദീർഘമായും വ്യക്തമായും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോക്രിഫ പുസ്തകങ്ങൾ ചരിത്രം പഠിക്കുവാൻ, സംഭവങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ അനിവാര്യമായി ഇന്നും
ചരിത്ര വേദ പഠിതാക്കൾ അല്ലെങ്കിൽ വേദ ചരിത്ര പഠിതാക്കൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. യേശുവിന്റെ അമ്മ മറിയ ജനനം യാക്കോബിന്റെ സുവിശേഷ പുസ്തകത്തിൽ നിന്നാണ് നാം എടുത്തിട്ടുള്ളത്. ചരിത്ര ഭാഗങ്ങളിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി എപ്പിസ്കോപ്പൽ സഭകൾ പിന്തുടരുന്ന പുസ്തകവും യാക്കോബിന്റെ സുവിശേഷ ഭാഗം തന്നെയാണ്. ശ്രദ്ധിക്കണം, യാക്കോബിന്റെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നു. തോമസിന്റെ സുവിശേഷം, മേരിയുടെ സുവിശേഷം, അതോടൊപ്പം തന്നെ ഇൻഫാൻസി ഗോസ്പൽസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ചരിത്രകാലങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന സുവിശേഷ ഭാഗങ്ങളായിട്ടാണ് ഇവയൊക്കെ നാം അറിയപ്പെടുന്നത്. യാക്കോബിന്റെ സുവിശേഷം ഒരു ഇൻഫാൻസി ഗോസ്പലാണ്. യേശുവിന്റെ ചരിത്രത്തെപ്പറ്റി പറയുന്ന, ശൈശവ ചരിത്രത്തെപ്പറ്റി പറയുന്ന സുവിശേഷ ഭാഗമാണ്. യേശുവിന്റെ ജനനത്തിന് ശേഷം മാതാപിതാക്കളോടുകൂടെ നടത്തിയ ദേവാലയ പ്രവേശനമാണ് സമവിഷ്ണു സുവിശേഷങ്ങളിൽ യേശു കർത്താവിന്റെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്കാകെയുള്ള അറിവ്. പിന്നീട് പൊതു ശുശ്രൂഷയിലേക്ക് സജീവമായി യൗവനത്തിൽ താൻ എത്തിച്ചേരുന്നതാണ്. ഇവയ്ക്കിടയിലുള്ള നിശബ്ദ കാലഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള പല വിവരങ്ങളും സമവിഷ്ണു സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, വൈദ്യനായ ലൂക്കോസ്, യോഹന്നാൻ എന്നിവരെഴുതിയതിൽ കാണുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ സുവിശേഷ ഭാഗങ്ങൾ എഴുതിയത് മത്തായിയും യോഹന്നാനും മാത്രമാണ്. മറ്റുള്ളവർ ശിഷ്യവൃന്ദങ്ങൾക്ക് പുറത്തുള്ളവരാണ്. അവർ കേട്ടറിവുകളിൽ നിന്നാണ് ഈ ഭാഗങ്ങളെ ആധികാരികമായി എഴുതി ചേർത്തത്. ഇൻഫൻസി ഗോസ്പൽസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ശൈശവകാല വിവരണങ്ങളുള്ള സുവിശേഷങ്ങളുടെ പ്രത്യേകത യേശുവിന്റെ നിശബ്ദ കാലങ്ങളെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് വാദമുണ്ട്. അവയൊക്കെ ഖണ്ഡിക്കുന്നത് ഈ പുസ്തകങ്ങളുടെ ചരിത്ര ഭാഗങ്ങളെ തിരിച്ചുകൊണ്ടാണ്. യേശുവിന്റെ അമ്മയായ മറിയ താൻ ജനിക്കപ്പെട്ടത് ഹന്ന അല്ലെങ്കിൽ അന്ന എന്ന സ്ത്രീക്കും യോവാക്കീം എന്ന ഒരു ബേത്ലഹേമ്യനായ ധനികനായ ഒരു മനുഷ്യന്റെയും ഏക മകളായിട്ടാണ് മറിയ ജനിക്കുന്നത്. ദാവീദ് രാജാവിന്റെ വംശാവലിയിൽപ്പെട്ട ബേത്ലഹേമ്യനായിട്ടുള്ള യോവാക്കീം ഒരു ധനാഢ്യനായ മനുഷ്യനായിരുന്നു. താൻ തന്റെ സമ്പന്നതയിൽ നിന്ന് ദേവാലയ ഭണ്ഡാരങ്ങളിലേക്കും ദേവാലയ ശുശ്രൂഷകളിലേക്കും വളരെയധികം പലപ്പോഴും സംഭാവനകൾ ചെയ്തിരുന്നു. ഇങ്ങനെ താൻ സംഭാവനകൾ ചെയ്യുമ്പോൾ ഒരിക്കൽ ദേവാലയത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു പോകുകയാണ്. ഇവർക്കുണ്ടായിരുന്ന ഒരു സങ്കടകരമായ കാര്യം, ധനാഢ്യതയും മാന്യതയും വളരെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ദേവാലയത്തിലേക്ക് തന്റെ അർപ്പണങ്ങളുമായി ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ രൂബേൽ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ എതിർപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറയ്ക്കും അബ്രഹാമിനും സന്തതിയെ നൽകിയതുപോലെ, ശമൂവേലിനെ ഹന്നയ്ക്ക് നൽകിയതുപോലെ വാർദ്ധക്യം നോക്കാതെ, പ്രായം നോക്കാതെ സന്താനങ്ങളെ നൽകുന്ന ദൈവത്തിന് നിങ്ങൾക്കും സന്താനങ്ങളെ നൽകുവാൻ കഴിയും. പക്ഷേ അവർ നൽകാതിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപൂർണതകൾ ഏറെയുണ്ട്. അല്ലെങ്കിൽ ഒരു സന്താനത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനു ശേഷം നിങ്ങൾ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. സന്താനങ്ങളില്ലാത്തതിന്റെ ദുഃഖം പേറി നടന്നിരുന്ന ആ വൃദ്ധ ദമ്പതികളിൽ ഈ യോവാക്കീം എന്ന ഈ ധനാഢ്യനായ മനുഷ്യന്റെ ഹൃദയത്തെ അത് മുറിച്ചു. തൽഫലമായി ആ മനുഷ്യൻ ആലയത്തിൽ പോകാതെ മരുഭൂമിയിലേക്ക് പോയി. തന്റെ വീട്ടിൽ വന്നിട്ട് തന്റെ ഭാര്യയും കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ താൻ ഒരു കൂടാരം നിർമ്മിച്ച് 40 ദിനരാത്രങ്ങൾ അവിടെ മരുഭൂമിയിൽ താനായിരുന്നു. താൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. താൻ ഉപവസിച്ചുകൊണ്ട് മരുഭൂമിയിൽ ആയിരുന്നു. ഇതേ സമയത്ത് വൃദ്ധ മാതാവായിരുന്ന, വൃദ്ധ വനിതയായിരുന്ന ഹന്ന തന്റെ കൂടാരത്തിൽ തന്റെ വീട്ടിൽ തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചിട്ട് മരുഭൂമിയിലേക്ക് പോയതുകൊണ്ട് സങ്കടത്തിൽ മുങ്ങിപ്പോയി. സങ്കടത്തിൽ മുങ്ങിയിട്ട് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഞാൻ ദൈവത്തോട് നീതിപൂർവ്വം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭർത്താവില്ല. ഇപ്പോൾ ഞാൻ അനാഥയും വിധവയും എന്ന പോലെ ആയിരിക്കുന്നു. ഇത് ദൈവത്തിന് മാറ്റുവാൻ കഴിയില്ലേ? ഈ ചോദ്യങ്ങളുടെ സങ്കടങ്ങളിലായിരിക്കുമ്പോൾ തന്റെ ഭർത്താവ് മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവളുടെ അരികിൽ ഇറങ്ങി വന്നു. അവൾക്ക് ഒരു സന്താനത്തെ നൽകാമെന്ന വാഗ്ദത്തവും നൽകി. അപ്പോൾ അവൾ ഈ ദൂതനോട് തന്റെ സന്താനം ആണാണോ പെണ്ണാണോ എന്നാരാഞ്ഞെങ്കിലും ദൂതൻ അതിന് മറുപടി പറഞ്ഞില്ല. അവൾ ഇങ്ങനെ പറഞ്ഞു, അതാണായാലും പെണ്ണായാലും അത് ദൈവത്തിന് നിവേദിക്കപ്പെട്ടതായിരിക്കും. അധികം താമസിക്കാതെ ഈ വൃത്താന്തങ്ങളെ മരുഭൂമിയിലായിരുന്ന യോവാക്കീമിന്റെ അരികിലും അറിയിച്ചു. താൻ അവിടെ നിന്ന് മടങ്ങി വരികയും തന്റെ ആട്ടിൻകൂട്ടങ്ങളിൽ ചിലതിനെ എടുത്ത് ദൈവത്തിന് യാഗമർപ്പിക്കുകയും നേർച്ചകൾ കഴിക്കുകയും ചെയ്തു. ഇതേ സമയം അദ്ദേഹം മടങ്ങി വരുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞ വൃത്താന്തം തന്റെ ഭാര്യ ഗർഭവതിയായിരിക്കുന്നുവെന്നും തന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചുവെന്ന ഈ വൃത്താന്തം കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ യോവാക്കീം മടങ്ങി വന്നു. ഇങ്ങനെ
മടങ്ങി വന്ന യോവാക്യീം ദേവാലയത്തിൽ ചെന്ന് നേർച്ചകൾ ഒക്കെ കഴിച്ചു. ശേഷം ഗർഭവതിയായിരുന്ന ഹന്ന അല്ലെങ്കിൽ അന്ന ഏറിയ മാസങ്ങൾക്ക് ശേഷം 8-ാം മാസത്തിൽ അവൾ മേരിയെ അല്ലെങ്കിൽ മറിയയെ പ്രസവിച്ചു. തൻ്റെ പ്രസവമെടുത്ത സൂതുകർമ്മിണി ഒരു വളർച്ചയെത്തിയ പരിപൂർണതയുള്ള ഒരു കുഞ്ഞിനെയാണ് തനിക്ക് ലഭിച്ചത്. സൗന്ദര്യമുള്ളതും ആരോഗ്യമുള്ളതുമായ നല്ലൊരു സന്താനത്തെ തനിക്ക് ലഭിച്ചു. ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമായതുകൊണ്ടും തനിക്ക് വാഗ്ദത്തപ്രകാരം ലഭിച്ചതുകൊണ്ടും അതിനെ ദൈവത്തിന് നേർന്നതുകൊണ്ടും വളരെ സൂക്ഷ്മതയോടെയാണ് അന്ന മേരിയെ വളർത്തിയെടുത്തത്. 7-ാം മാസത്തിൽ ഈ കുഞ്ഞിനെ നടക്കുവാൻ കഴിയുമോ എന്ന് അവർ പരീക്ഷിച്ചപ്പോൾ ആ കുഞ്ഞ് സ്ഫുടതയോടെ നടക്കുന്നതിനാൽ, ദൃഢതയോടെ നടക്കുന്നതിനാൽ, ആ നടത്തം കണ്ടിട്ട്, താൻ നടന്നു വരുന്നത് കണ്ടിട്ട് അതിനെ പ്രത്യേകമായ ഒരു ക്രമീകരണം അതിനുണ്ടാക്കി കൊടുത്തിട്ട് അതിനോട് ഇങ്ങനെ പറഞ്ഞു, ആ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു, മ്ലേച്ഛമായതിലൊന്നും നീ നടകൊള്ളില്ല, ഇഷ്ടമില്ലാത്തതിലും അശുദ്ധമായതിലൊന്നിലും നീ തൊടില്ല, നീ ദൈവത്തിന് നിവേദിക്കപ്പെട്ടതാണ്. അങ്ങനെ ആ കുഞ്ഞിനെ 3 വയസ്സുവരെ അവർ തങ്ങളോടുകൂടെ പാർപ്പിച്ചു. അശുദ്ധമായതൊന്നും ആ കുഞ്ഞ് തൊട്ടിട്ടില്ല, മ്ലേച്ഛമായതൊന്നിലും ആ കുഞ്ഞ് നടന്നിട്ടില്ല. അങ്ങനെ പവിത്രമായ ശാരീരിക സ്ഥിതിയോടുകൂടെ ആ കുഞ്ഞിനെ 3 വയസ്സുവരെ അവർ കൂടെ കൊണ്ടു നടന്നു. 8-ാം ദിനത്തിൽ പരിച്ഛേദന എന്ന പോലെ പെൺകുഞ്ഞ് ലഭിച്ചാൽ ശുദ്ധീകരണ നിയമപ്രകാരം ആലയത്തിൽ പോകുന്ന കാര്യങ്ങൾക്ക് ശേഷം കുഞ്ഞ് ആ വീട്ടിൽ വളരെ പവിത്രതയോടുകൂടെ ജീവിച്ചു എന്നാണ് ആ ചരിത്ര ഭാഗങ്ങൾ പറയുന്നത്. പിന്നീട് 3 വയസ്സ് പൂർത്തിയായപ്പോൾ ദേവാലയത്തിൽ തങ്ങൾ പറഞ്ഞ നേർച്ച കഴിക്കേണ്ടതിന് ഈ കുഞ്ഞുമായി ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിലെ സാഹചര്യങ്ങളിൽ, ദേവാലയത്തിന്റെ അന്തർഭാഗങ്ങളിൽ 3 വയസ്സു മുതൽ 14 വയസ്സുവരെ ഈ പെൺകുട്ടി ജീവിച്ചു എന്നാണ് ചരിത്രത്തിന്റെ അടുത്ത ഭാഗം. ഈ 14 വയസ്സുവരെ അവൾ അവിടെ പാർക്കുമ്പോൾ പുരോഹിതന്മാർക്കും പരീശന്മാരായി, അധ്യാപകരായി, ആലയ സാമീപ്യത്തിൽ സഹവസിച്ചിരിക്കുന്ന സകലർക്കും ഇവൾ ഏറ്റവും പ്രിയങ്കരിയായിരുന്നു. എല്ലാവർക്കും പ്രശംസാ വിഷയമായ, എല്ലാവർക്കും വളരെ ഹടാകർഷിച്ച വ്യത്യസ്തമായ ഒരു പെൺകുട്ടിയായിരുന്നു മറിയ. 14 വയസ്സ് പ്രായമായ മറിയയെ സംബന്ധിച്ചിടത്തോളം യഹൂദന്റെ ശുദ്ധീകരണ നിയമപ്രകാരം, ആലയത്തിന്റെ ചുറ്റവട്ടങ്ങൾ പ്രകാരം അശുദ്ധിയുടെ നിയമങ്ങൾ ബാധകമാകുമെന്നുള്ളതുകൊണ്ട് അവളെ എന്തു ചെയ്യണമെന്ന് പുരോഹിതന്മാരും മഹാപുരോഹിതനും ഒന്നിച്ച് ആലോചന കഴിച്ചു. ശേഷം സംഭവിച്ചത്, ആലയത്തിൽ അവളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുകൊണ്ട് വിശ്വസിച്ച് അവളുടെ വിശുദ്ധിയിലും പവിത്രതയിലും അവളെ കാക്കാൻ കഴിയുന്ന ഒരുവനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഭാര്യ മരിച്ചുപോയ പ്രായവും പക്വതയുമുള്ള ചിലരെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തെങ്കിലും ആരെ ഏൽപ്പിക്കും എന്നുള്ള വലിയൊരാശങ്ക അവർക്കുണ്ടായി. 14.5 വയസ്സ് സ്ത്രീകളുടെ വിവാഹപ്രായമായി പരിഗണിക്കപ്പെടുന്ന കാലമായിരുന്നു. തൽഫലമായി അവളെ വിവാഹം ചെയ്യേണ്ടതിന് നിരവധി പേർ മുന്നോട്ട് വന്നു. അവരെയൊക്കെ നോക്കിയിട്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള ആശങ്ക ഈ ബാലികയുടെ മനസ്സിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവളോട് സംഭാഷിച്ചുവെന്നും അവൾക്ക് തിരഞ്ഞെടുക്കേണ്ടവരെ കാട്ടിക്കൊടുക്കാമെന്ന് അവളോട് പറഞ്ഞു എന്നുമാണ് ഇതിവൃത്തം. പിന്നീട് നാം കാണുന്നത്, വന്നുകൂടിയവരുടെയൊക്കെ വടികൾ അവൾ പരിശോധിക്കുകയും അവൾക്ക് ആത്മപ്രചോദനത്താൽ ലഭ്യമായി തരുന്ന അറിവനുസരിച്ച് ആരുടെ വടിയിൽ വ്യത്യസ്തത കാണുന്നുവോ അവനെ വരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വടികൾ പരിശോധിക്കുമ്പോൾ യോസെഫിന്റെ വടിയിൽ ലില്ലിപ്പൂക്കൾ വിരിഞ്ഞുവെന്നും അതിൽ നിന്ന് പ്രാവ് പറന്നുപോയെന്നും ആ പ്രാവിനെ കണ്ടിട്ട് ഇതാകുന്നു നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവളോട് സംസാരിക്കുകയാൽ യോസെഫിനെ വരിക്കുവാൻ അവൾ തയ്യാറായെന്നും യാക്കോബിന്റെ സുവിശേഷ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യോസെഫിനോടുകൂടെ പുരോഹിതന്മാരൊന്നിച്ച് അവളെ അയച്ചു. ശേഷം സംഭവിച്ചത്, യോസെഫ് ഒരു തച്ചനും വീടുപണികൾ ചെയ്യുന്ന മനുഷ്യനുമായിരുന്നു. അവൻ പണികൾക്കായി പലയിടങ്ങളിലേക്ക് കടന്നുപോയി. അങ്ങനെ യോസെഫിനോടുകൂടെ പുരോഹിതന്മാരൊന്നിച്ച് അവളെ അയച്ചു. ശേഷം സംഭവിച്ചത്, യോസെഫ് ഒരു തച്ചനും വീടുപണികൾ ചെയ്യുന്ന മനുഷ്യനുമായിരുന്നു. അവൻ പണികൾക്കായി പലയിടങ്ങളിലേക്ക് കടന്നുപോയി. ഇതേ സമയം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് സുനിശ്ചിതമായിരുന്ന സമയമായതിനാൽ അവളോട് ദൈവത്തിന്റെ ദൂതൻ കടന്നുവന്ന് സംഭാഷിച്ചു. ഗബ്രിയേൽ മാലാഖ അവളോട് ലോകരക്ഷകനായ യേശുവിന്റെ വൃത്താന്തത്തെ പങ്കിട്ടു. അവൾ പറഞ്ഞ വാക്ക്, അടിയൻ നിന്റെ ദാസി, നിന്റെ ഇച്ഛ പോലെ ഭവിക്കട്ടെ എന്നാണ്. അങ്ങനെ ദൈവ ഇഷ്ടത്താൽ അരൂപിയായ പരിശുദ്ധാത്മാവിനാൽ യേശു കർത്താവ് അവളുടെ ഉദരത്തിൽ രൂപം കൊണ്ടു. മടങ്ങി വന്ന യോസഫ് അവൾ ഗർഭവതിയാണ് എന്നറിഞ്ഞു. അവളെ ചോദ്യം ചെയ്തു. അവൾ ഇതിനെക്കുറിച്ച് അവനോട് കാര്യങ്ങളെ അവതരിപ്പിച്ചു. വാർദ്ധക്യത്തിൽ നിൽക്കുന്ന പ്രായമുള്ള യോസഫ് താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പാതക നിമിത്തം അപമാനമാകും എന്ന് കരുതി ഇതിനെ സംബന്ധിച്ച് മറിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൾ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞെങ്കിലും എങ്ങനെ ഈ വിഷയം താണ്ടുമെന്ന് അവന് സന്ദേഹമായി. ഒരുവൾ ഈ വിധത്തിൽ ഗർഭം ധരിച്ചാൽ അതിനെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ലഭിക്കേണ്ടുന്ന ശിക്ഷ അവളെ അപ്പന്റെ വീടിന്റെ പട്ടണവാതിക്കൽ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നുകളയണം എന്നുള്ളതാണ്. ആ വിധത്തിലുള്ളൊരു ശിക്ഷയെക്കുറിച്ച് യോസഫിനും നല്ല അറിവുള്ളയാളാണ്. അവൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ഈ സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കും
സങ്കടങ്ങൾക്കും മറുപടി നൽകേണ്ടതിന് സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായിട്ട് യോസഫിനോട് മറിയെ ചേർത്തുകൊള്ളുവാൻ മടിക്കണ്ട എന്നും അവളുടെ ഉദരത്തിൽ ജാതനായിട്ടുള്ളത് ലോകത്തിന്റെ രക്ഷകനായിട്ടുള്ള മശിഹ ആണെന്നും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിതനാക്കാൻ ഉള്ളതുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്നും പറഞ്ഞു. പിന്നീട് ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദേവാലയ കോടതികൾ അറിഞ്ഞെങ്കിലും വിസ്താരമധ്യേ ഈ വിഷയങ്ങൾ വളരെ സ്പഷ്ടമായി അവതരിപ്പിക്കുകയും പുരോഹിതന്മാർ ഈ വിഷയത്തിൽ തങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് ബോധ്യം ഉള്ളവരായതിനാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. ശേഷസംഭവങ്ങളൊക്കെ സുവിശേഷത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നാം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവയാണ്. യേശുവിന്റെ ജനനവും അനുബന്ധ സംഭവങ്ങളും സുദീർഘമായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ നമ്മൾ പലരും കേൾവിയുള്ളവരോ അറിവുള്ളവരോ ആയിരുന്നില്ല. ആ അറിവിനായി ഈ ഭാഗങ്ങൾ ഉതകട്ടെ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ യാക്കോബിന്റെ സുവിശേഷം അല്ലെങ്കിൽ ഇൻഫാൻസി ഗോസ്പൽ, യേശുവിന്റെ ശൈശവകാല ചരിത്ര ഭാഗങ്ങൾ ചേർത്താണ് ഈ ഭാഗങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ 4 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ഇന്നത്തെ വിഷയങ്ങളുടെ വിവരണങ്ങൾ നൽകിയിട്ടുള്ളത്. കേൾക്കാത്ത കഥകളും കണ്ടിട്ടില്ലാത്ത ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളുമൊക്കെയായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെയും വിസിറ്റ് ഓഫ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ.